2025 തൃശൂർ നഗരത്തിന് സാക്ഷിയാകേണ്ടി വന്നത് ആഘോഷങ്ങൾക്കൊപ്പം അക്രമങ്ങളും വിയോഗങ്ങളും ആഴമുള്ള വേദനകളും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടെയാണ് ശക്തന്റെ തട്ടകം ഈ വർഷം കലാകേരളത്തെ വരവേൽക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ യുവാവ് കുത്തേറ്റു മരിച്ച വാർത്തയോടെയാണ് തൃശൂർ പുതുവത്സരത്തിലേക്ക് കണ്ണു തുറന്നത്. ജനുവരി 8-ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശക്തന്റെ തട്ടകത്തിലേക്ക് 1/4 നൂറ്റാണ്ടിനു ശേഷം സ്വർണ്ണ കിരീടം എത്തിക്കാൻ സാധിച്ചു. 2025 തുടക്കത്തിൽ തന്നെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ ടി ജയചന്ദ്രൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. മലയാളത്തിന്റെ സ്വന്തം IM വിജയന് പത്മശ്രീ പ്രഖ്യാപിച്ചത് 2025-ലാണ്. മെയ് 6-ന് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അരങ്ങേറി. ജൂൺ 27-ന് കൊടകരയിൽ കാലപ്പഴക്കത്തിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ച സംഭവം നടക്കുന്നത്. ജൂലൈ 7-ന് കൽതായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. സെപ്റ്റംബർ 17-ന് തൃശൂർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴലി കാലം ചെയ്തു. നവംബർ 3-ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. IM വിജയന്റെ നാമത്തിലുള്ള ലാലൂർ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുന്നു. ഡിസംബർ 11-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടം. ഡിസംബർ 13-ന് ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ച UDF. ഡിസംബർ 26-ന് മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തിരഞ്ഞെടുത്തു. ഡിസംബർ 27-ന് വിവാദമായ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. കൊലപാതകങ്ങളും കവർച്ചകളും കാട്ടാനയും പുലിയും വിതച്ച ഭീതിയും യുദ്ധമുഖത്ത് നഷ്ടപ്പെട്ട ജീവനും വിയോഗങ്ങളുടെ കനവും. അതെ, 2025 തൃശൂരിന് എളുപ്പമായിരുന്നില്ല. പക്ഷേ അതിനിടയിൽ കലോത്സവ വിജയവും പൂരാഘോഷവും കലാകായിക സാംസ്കാരിക നേട്ടങ്ങളും ജനവിധിയിൽ പ്രതിഫലിച്ച രാഷ്ട്രീയ മാറ്റങ്ങളും ഈ നഗരത്തിന്റെ കരുത്തായി മാറി. വേദനകളും പ്രതീക്ഷകളും ചേർന്ന് തൃശൂർ കടന്നുപോയത് ഒരു പാഠപുസ്തകമായി. പുതുവർഷത്തിലേക്ക് കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ടു പോകാം. ജനം, തൃശൂർ.